കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് ഇന്ന് കേരളത്തിലെ 14 ജില്ലകളിലും നടത്തുന്ന സിവിൽ ഡിഫൻസ് സംബന്ധിച്ച് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. വ്യോമാക്രമണം ഉണ്ടായാൽ പാലിക്കേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തി ബ്ലാക്ക് ഔട്ട് ആക്ഷൻ പ്ലാൻ വീഡിയോ കേന്ദ്ര സർക്കാരും പുറത്തുവിട്ടു കഴിഞ്ഞു. ആക്രമണം സംബന്ധിച്ച മുന്നറിയിപ്പ് കിട്ടിയാൽ ഉടൻ എന്തൊക്കെ ചെയ്യണമെന്നാണ് വീഡിയോയിൽ പറയുന്നത്. ജീവിതം സമാധാനപരമായി സന്തോഷത്തോടെ പോകുമ്പോഴോ, കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ആഹാരം കഴിക്കുമ്പോഴോ, കുട്ടികൾ കളിക്കുന്നതിനിടയിലോ, ആളുകൾ പൊതുസ്ഥലത്ത് കൂട്ടം കൂടി നിൽക്കുമ്പോഴോ ആവാം എയർ റെയ്ഡ് സൈറൻ മുഴങ്ങുക. ഇതോടെ എല്ലാം മാറിമറിയും. ഇന്ത്യയുടെ സുരക്ഷ ആരംഭിക്കുന്നത് അതിർത്തികളിലല്ല, അത് നിങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത്. സൈറൻ കേൾക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പ്രതികരിക്കണം. എല്ലാ ലൈറ്റുകളും ഫാനുകളും ഉപകരണങ്ങളും ഓഫ് ചെയ്യണം. ജനാലകൾ അടച്ച് കർട്ടനുകൾ ഇടണം. ഒരു തരി വെളിച്ചം പോലും ശത്രുവിന്റെ ലക്ഷ്യമായേക്കാം. ഇത് ഭീതിയല്ല, തയ്യാറെടുപ്പാണ്. സ്വയമേ എങ്ങനെ സംരക്ഷിക്കണമെന്നറിയാവുന്നത് ഒരു രാജ്യത്തിന്റെ കരുത്താണെന്നും വീഡിയോയിൽ പറയുന്നു. എന്താണ് ചെയ്യേണ്ടതെന്ന് കുട്ടികളെ പഠിപ്പിക്കുക. കുട്ടികൾ കർട്ടൻ ഇടുകയും മുത്തശ്ശനെയും മുത്തശ്ശിയെയും സഹായിക്കുകയും ലൈറ്റുകൾ ഓഫ് ചെയ്യുകയും ചെയ്യട്ടെ. കുടുംബം ഒന്നാകെ നിശബ്ദരായിരിക്കണം. അതിനുള്ളിൽ സന്നദ്ധ പ്രവർത്തകർ ഏതെങ്കിലും തരത്തിൽ ലൈറ്റ് പുറത്തു വരുന്നുണ്ടോ എന്നറിയാൻ റൂഫ് ടോപ്പുകൾ പരിശോധിക്കണം. സ്ത്രീകൾ അയൽവാസികളായ പ്രായമായവരുടെ അടുത്തെത്തണം. അതിർത്തികളിൽ കാവലായി സൈനികരുമുണ്ടാവും. ഇത് ഇന്ത്യയാണ്. ഓരോ കുടുംബവും ഓരോ കോട്ടയാണ്. ഓരോ പൗരനും ഓരോ പരിചയമാണ്. ഇരുട്ടിൽ ഒളിക്കുകയല്ല, ഒന്നിക്കുകയാണ് ചെയ്യുന്നത്. നഗരങ്ങൾ മുതൽ ഗ്രാമങ്ങൾ വരെ ബ്ലാക്ക് ഔട്ട് വ്യാപിക്കും. ഭയം കൊണ്ടല്ല, സ്നേഹം കൊണ്ട്. രാജ്യത്തോടും പരസ്പരവുമുള്ള സ്നേഹം. ഓരോ പരീക്ഷണത്തിലും ഇന്ത്യ കരുത്തുകൊണ്ട് മാത്രമല്ല, ഐക്യം കൊണ്ടുമാണ് നിലനിൽക്കുന്നത്. ശാന്തരായും കരുത്തരായും ഇരിക്കുക. ഇന്ത്യ നമ്മുടേതാണ്. ഇതാണ് വീഡിയോയിൽ പറയുന്നത്.